ഇന്ന് വാഴയ്ക്ക കറി വെക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് വാഴയ്ക്ക പുളിങ്കറി വെക്കാം. നമുക്ക് എങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം. വാഴയ്ക്കക്കറി പരിപ്പൊക്കെ ഇട്ട് കറി വെക്കുന്നത്. ഇന്ന് വാഴയ്ക്ക പുളിങ്കറി വെക്കാം. നമുക്ക് കുറേ ദിവസമായി വാഴയ്ക്കൻ്റെ കറീൻ്റെയൊക്കെ വീഡിയോ എടുക്കാം. അപ്പം ഇന്ന് വാഴയ്ക്ക കറി വെക്കാം. കുറേ ദിവസമായി കറീൻ്റെ വീഡിയോ ഇട്ട് ബാക്കി കൂടെ അരിഞ്ഞ് വേഗം അടുപ്പ് വെക്കാം. അരിഞ്ഞെല്ലാം ചട്ടിയിലാക്കി ഉള്ളിയും കായും കൂടെ വേഗം വെക്കാം. വെള്ളം ഒഴിച്ചിട്ട് വേകുമ്പോഴത്തേക്കും തേങ്ങയൊക്കെ ചേണ്ടി വേവാൻ വേകുമ്പോഴത്തേക്കും തേങ്ങ ഉണ്ടാവും. ആവശ്യമുണ്ടായത് ചെറിയ കുഴിനകത്ത് വെള്ളം ഒഴിച്ചിടാം. പിന്നെ വേഗപ്പോഴത്തേക്കും ഇതാകട്ടെ. നമുക്ക് തേങ്ങ ഉണ്ട്. കായുണ്ട്. കരപ്പി ചേർക്കാം. പുളിയുടെ വെള്ളയിലേക്ക് ചേർത്ത് കലക്കിയിട്ട് അതിനകത്ത് വയ്ക്കാം. അരപ്പൊക്കെ കറി റെഡിയായി. ഇനി തിളച്ചാൽ നമുക്ക് കടുക് വറുത്തെടുക്കാം. കറി കടുക് വറുക്കുന്നത് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ കറിവേപ്പിലയും കടുകും ചെറിയുള്ളിയും കൂടെ വറുത്ത് ഇടുക ചെയ്തത്. കറി സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഒരു തോരന് വെച്ചു കറി. ചോറ് തന്നാലോ? അടിപൊളിയായിട്ട്. ഇതൊക്കെ ചക്കക്കുരു, ഇതൊക്കെ പറയുന്നത് ചക്കക്കുരു. പുളിങ്കറി വായിക്കാം. നല്ല ടേസ്റ്റാണ്. വെച്ച് നോക്കണേ. എല്ലാവരും വെച്ച് കഴിക്കണേ.